അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ചിക്കൻ ഗ്രേവിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് നന്നായി ചൂടായതിന് ശേഷം അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കന് നേരത്തെ കുഴച്ച് വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കന് മസാല തേക്കണതിൻ്റെ ക്ലിപ്പ് എൻ്റെ അടുത്തുനിന്ന് മിസ്സായിട്ടുണ്ട്. സാധാ ചിക്കൻ പൊരിക്കണ പോലെ തന്നെ മസാല കൂട്ടിക്കുന്നത്. നമുക്ക് ഓരോ പീസുകളായിട്ട് ഇതിൽ ഇങ്ങനെ ഇട്ടെടുക്കാം. ഓരോ ഭാഗങ്ങളും വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം മൂത്ത് വന്നിട്ടുണ്ട്. നല്ലോണം ഒന്നും മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് ഗ്രേവിക്ക് ഇട്ടെടുക്കാനുള്ളതുകൊണ്ട് അതിൽ കിടന്ന് വേവണതുകൊണ്ട് കുറച്ചൊന്നിങ്ങനെ മൂപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഈ എണ്ണ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്കിതൊന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. എല്ലാം ഒന്ന് കോരി എടുത്തിട്ടുണ്ട്, വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് നേരത്തെ നമ്മൾ പൊരിച്ച ചിക്കൻ്റെ എണ്ണ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നല്ലപോലെ മൂത്ത് വരട്ടെ. മൂത്തിട്ട് പൊട്ടുമ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് ഇഞ്ചി ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മൂത്ത് വരട്ടെ. ഇനി അതിലോട്ട് ഗ്രാമ്പു പട്ട ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ആവശ്യമുള്ളത് വെല്ലുള്ളിയാണ്. അതൊന്ന് ഞാൻ ചോപ്പറിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ തന്നെ പച്ചമുളകും ഇട്ടിട്ടുണ്ട്. രണ്ടും കൂടെ അതിൽ ചോപ്പറിൽ ഇട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരുന്നത് ഒരു വെല്ലുള്ളിയാണ്. കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയേ എടുത്തിട്ടുള്ളൂ. ആവശ്യത്തിനുള്ള ആൾക്കനുസരിച്ചുള്ള ചിക്കനും ഉള്ളിയൊക്കെ നിങ്ങൾ എടുത്താൽ മതി. ഉള്ളിയൊക്കെ ഇട്ടെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വേറെ പൊടികളൊന്നും ആഡ് ചെയ്ത് കൊടുക്കണില്ല. നമ്മൾ ചിക്കന് മസാല ആക്കിയപ്പോൾ തന്നെ അതിൽ തന്നെ മുളക് പൊടിയും ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉള്ളി നല്ല വഴന്ന് വന്നിക്കണ്. നമുക്ക് അതിൽ ആവശ്യമുള്ള ടൊമാറ്റോ സോസാണ്. അപ്പോൾ നമുക്ക് അത് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് തോന് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്കത് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ, അല്ലെങ്കിൽ അടി പിടിക്കും സോസ് ആയതുകൊണ്ട്. ഇനി അതിലോട്ട് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചിക്കൻ പൊരിച്ച മസാലേൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഗ്രേവിക്ക് കുറച്ച് കട്ടി കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺഫ്ലവർ കലക്കിയത് ഒഴിച്ചെടുത്താണ്. എന്നിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് ഗരം മസാലേൻ്റെ പൊടി മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു കയ്യിൽ ക്യാമറ ആയ കാരണം ഇളക്കി കൊടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇത് പൊറാട്ടേൻ്റെയും കുബൂസിൻ്റെ ഒക്കെ കൂടെ അടിപൊളിയാണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോണ്ടേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.